നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് CBSE 10th കെമിസ്ട്രി പോർഷൻസിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ XYZ ആൻഡ് Z ഇൻ ദ ഫോളോവിങ് റിയാക്ഷൻ. ഓക്കെ, സോ ബാലൻസിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. XAl + YO2 ഗീവ്സ് ZAl2O3. അപ്പോൾ ഇതിൻ്റെ കോയിഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ അലുമിനിയം അൺനോൺ ആണ്, രണ്ട് സൈഡിലും റിയാക്ടൻറ്റിലും പ്രൊഡക്റ്റിലും അൺനോൺ ആണ്. പക്ഷെ നമുക്ക് ഓക്സിജൻ്റെ എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് സൈഡിൽ ഓക്സിജൻ 3ഉം റിയാക്ടൻറ്റ് സൈഡിൽ ഓക്സിജൻ 2ഉമാണ്. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുത്തിട്ട് മാത്രമേ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് നമ്മളിവിടെ ഓക്സിജൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ 3 അല്ലേ, അപ്പോൾ ഇവിടെ 2 അല്ലേ. 2ൻ്റെയും 3യുടെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 6 ആണ്. സോ 3 വരുന്നിടത്ത് ഇൻറ്റു 2ഉം 2 വരുന്നിടത്ത് ഇൻറ്റു 3യും ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 2 എന്നും ഓക്സിജൻ്റെ വൈഡ് എണ്ണം 3 എന്നും കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയാൽ അലുമിനിയത്തിൻ്റെ എണ്ണം 4 ആയില്ലേ, 2 × 2 4. അതായത് നമ്മുടെ ആൻസർ വരുന്നത് 4 3 2. അതായത് ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, then next question, 4 moles of aluminum react with 3 moles of oxygen to form 2 moles of aluminum oxide and consider the following table എന്നാണ് പറഞ്ഞേക്കണേ. ലെമണിൻ്റെ pH 2.3 എന്നും ബാറ്ററി ആസിഡിൻ്റെ pH X എന്നാണ് തന്നിരിക്കുന്നത്. സീ വാട്ടർ 8.5, ആപ്പിൾ 3.1 എന്ന് തന്നിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ദ എബൌട്ട് ടേബിൾ, അതായത് pH വാല്യൂവിന് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. 0, 1.3, 2.5, 1.9. ഇതിൽ ബാറ്ററി വാട്ടറിൻ്റെ ബാറ്ററി ആസിഡിൻ്റെ pH എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ pH എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അതിൻ്റെ അകത്തുള്ള ഹൈഡ്രജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷനെയാണ് നമ്മൾ pH എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ ബാറ്ററി വാട്ടറിൻ്റെ pH വരുന്നത് 0 ആണ് കേട്ടോ. ദ വാല്യൂ ഓഫ് pH X 0 ആണ് വരിക. അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ pH ഓഫ് ദ ബാറ്ററി വാട്ടർ, ബാറ്ററി ആസിഡ് 0 ആണ് കേട്ടോ. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മഗ്നീഷ്യം റിബൺ ഇസ് റബ്ഡ് വിത്ത് സാൻഡ് പേപ്പർ ബിഫോർ മേക്കിംഗ് ഇറ്റ് ബേൺ. ദ റീസൺ ഓഫ് റബ്ബിംഗ് റിബൺ ഈസ് ടു വാട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റലാണ്. ഓക്കെ, നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിട്ടുണ്ട്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം മുകളിൽ എടുക്കുന്ന ഒരു മെറ്റലാണ്. സോ അത് വെറുതെ ഓക്സിജനിൽ എക്സ്പോസ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? മഗ്നീഷ്യം ഓക്സിജൻ്റെ കൂടെ ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു മഗ്നീഷ്യം റിബണിൻ്റെ മുകളിൽ മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടായിരിക്കും. ആ പ്രൊട്ടക്റ്റീവ് ലെയറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ സാൻഡ് പേപ്പർ വെച്ചിട്ട് റബ്ബ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുമായിട്ട് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് C ആണ്. റിമൂവ് മഗ്നീഷ്യം ഓക്സൈഡ് ഫോംഡ് ഓഫ് ദ സർഫസ് ഓഫ് മഗ്നീഷ്യം. ഓക്കെ, സോ അതിൻ്റെ റീസൺ മിസ് പറഞ്ഞു ഓൾറെഡി. മഗ്നീഷ്യം ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് വെൻ ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു എയർ എ ലെയർ ഓഫ് ഓക്സൈഡ് ക്യാൻ ബി ഫോംഡ് ഓൺ ദ സർഫസ്. സോ ഇൻ ഓർഡർ ടു റിമൂവ് ദാറ്റ് ലെയർ നമ്മളതിനെ സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 7th ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഈത്തേൻ ഓൺ ഇതിൻ്റെ ഫോമുല തന്നിട്ട് C2H6 ഓൺ കംപ്ലീറ്റ് കമ്പഷൻ ഗീവ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. It shows that the results are in accordance with the law of conservation of mass. Then the coefficient of oxygen is equal to, അതായത് നമ്മളോട് ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈത്തേൻ ആണ്. എന്ന് വെച്ചാൽ C2H6 നമ്മൾ 4th ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഹൈഡ്രോ കാർബൺ വെൻ ട്രീറ്റഡ് വിത്ത് ഓക്സിജൻ, അല്ലെങ്കിൽ കമ്പഷൻ്റെ പ്രൊഡക്റ്റായിട്ട് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ആയിരിക്കും. അത് കൺഫേം ആണ്. പ്ലസ് ഹീറ്റ് പ്ലസ് ലൈറ്റ് ആണ്. ഓക്കെ, സോ ഇവർ പറയുന്നത് ഇവിടെ ഇനി നിങ്ങളിതിനെ ബാലൻസ് ചെയ്യണം. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 എണ്ണം. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 എണ്ണം. അപ്പോൾ നമ്മളതിനെ 3H2 ബാലൻസ് ചെയ്യാൻ വാട്ടറിൻ്റെ എണ്ണം 3 ആക്കി. അതുപോലെ തന്നെ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? റിയാക്ടൻ സൈഡിൽ 2 കാർബണും പ്രൊഡക്റ്റ് സൈഡിൽ 1 കാർബണാണ് വരുന്നത്. സോ നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് 2CO2 എന്നാക്കി. അപ്പോൾ നമ്മുടെ ഓക്സിജൻ്റെ എണ്ണം നോക്കിയേ. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൽ മൊത്തം 4 ഓക്സിജനും വാട്ടറിൽ 3 ഓക്സിജനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ഉം പ്ലസും 7 ആണ്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ 7 ആയിട്ട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഓക്സിജൻ ഡയാറ്റോമിക് ആണ്, ഗ്യാഷസ് ആയതുകൊണ്ട് 7 എടുത്തു കഴിഞ്ഞാൽ ഇതിന് 14 അങ്ങനെയല്ലേ നമ്മൾ മീൻ ചെയ്യുക. അപ്പം നമുക്ക് ആക്ച്വലി 7 വേണമെങ്കിൽ നമ്മൾ കോയിഫിഷ്യൻ്റ് എന്തെന്ന് എടുക്കണം? 7/2 എന്നെടുക്കണം. ഓക്കെ, സോ എന്നാൽ മാത്രമാണ് നമുക്ക്
കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ 7/2 ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9th one ആണ്. എക്സ്പോഷർ ഓഫ് എ സിൽവർ ക്ലോറൈഡ് ടു സൺലൈറ്റ് ഫോർ എ ലോങ് ഡ്യൂറേഷൻ ഇറ്റ് ടേൺസ് ടു ഗ്രേ. വാട്ട് ഈസ് ദ റീസൺ? അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളിത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിക്കമ്പോസിഷനിൽ ഫോട്ടോകെമിക്കൽ ഡിക്കമ്പോസിഷനിൽ പഠിക്കുന്ന ഇക്വേഷൻസ് ആണ്. അതായത് സിൽവർ ക്ലോറൈഡ് ആണെങ്കിലും സിൽവർ ബ്രോമൈഡ് ആണെങ്കിലും വൈറ്റ് കളർ പൗഡറാണ്. ബട്ട് വെൻ ഇറ്റ് ഈസ് എക്സ്പോസ് ടു ലൈറ്റ് അതിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യും? സിൽവർ ഡിക്കമ്പോസ് ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. കറസ്പോണ്ടിങ് ക്ലോറിൻ ഓർ ബ്രോമിൻ ഗ്യാസ് ആയിട്ട് എസ്കേപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന സിൽവർ ആണ് എന്തിന് കാരണം? ഗ്രേ കളറിന് കാരണം. ഓക്കെ, സോ ഈ റിയാക്ഷൻസ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്ന? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതൊക്കെയാണ്: ഫോർമേഷൻ ഓഫ് സിൽവർ ബൈ ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ്, സബ്ലിമേഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ്, ഡികമ്പോസിഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് ഫ്രം സിൽവർ ക്ലോറൈഡ്, ഓക്സിഡേഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ്. അപ്പോൾ ഇവിടെ ഗ്രേ ആവാനുള്ള റീസൺ എന്താണ്? സിൽവറിൻ്റെ ഡീകമ്പോസിഷൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 1. ഫസ്റ്റത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ് ഫോർ മാഗ്നീഷ്യം മെറ്റൽ. ഓക്കെ, സോ നമ്മൾ മാഗ്നീഷ്യത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മൾ കാണുന്നതിൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് മാഗ്നീഷ്യം. ഓക്കെ, സോ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് മാഗ്നീഷ്യം ഓക്സൈഡ് റിയാക്ട് ചെയ്യും. മാഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യും. അതുപോലെ തന്നെ വാട്ടറായിട്ടും അതിന് റിയാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് റോങ് ആയിട്ടുള്ളത്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ബേൺസ് ഇൻ ഓക്സിജൻ വിത്ത് ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം. ഇത് കറക്റ്റാണ്. മാഗ്നീഷ്യം ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ ടു ഫോം മാഗ്നീഷ്യം ഓക്സൈഡ് ആൻഡ് ഇവോൾവ് ഹൈഡ്രോജൻ ഗ്യാസ്. It react with hot water to form magnesium hydroxide and evolve hydrogen gas. It react with steam to form magnesium hydroxide and evolve gas. നമ്മൾ തേർഡ് ചാപ്റ്ററിൽ മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി, മെറ്റൽസ് വിത്ത് വാട്ടർ ആയിട്ടുള്ള റിയാക്ടിവിറ്റിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് സോഡിയം പൊട്ടാസ്യം. ഇവർക്ക് മാത്രമാണ് കോൾഡ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ള കഴിവുള്ളത്. ദെൻ തൊട്ട് താഴെ വരുന്നതാണ് കാൽസ്യം ഈവൻ നോർമൽ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യും. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് മാത്രമേ വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്യുള്ളൂ. ഓക്കെ, സോ അല്ലാത്ത കേസസിലൊക്കെ ലെസ് റിയാക്റ്റീവ്, ഇപ്പോൾ മാഗ്നീഷ്യം അലുമിനിയം തൊട്ട് താഴേക്ക് വരുമ്പോൾ ഇവർ ഹോട്ട് വാട്ടറായിട്ടാണ് റിയാക്ട് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവർ ലെസ് റിയാക്റ്റീവ് ആണല്ലോ, കമ്പാരിറ്റീവ്ലി ലെസ് റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് മാഗ്നീഷ്യം ഓക്സൈഡാണ് ഫോം ചെയ്യത്തില്ല, മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡാണ് ഫോം ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ബി ആണ്. അതായത് ഇറ്റ് റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ. മിസ് പറഞ്ഞു കോൾഡ് വാട്ടറായിട്ട് സോഡിയം പൊട്ടാസ്യം മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. ദെൻ ഇറ്റ് ഫോംസ് മാഗ്നീഷ്യം ഓക്സൈഡ് എന്നാണ് പറയുന്നത്. മാഗ്നീഷ്യം വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡ് അല്ല ഫോം ചെയ്യുന്ന മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് റോങ് ആയിട്ടുള്ളത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ, മിനറൽ ആസിഡ്സ് ആർ സ്ട്രോങ്ങർ ദാൻ കാർബോസിലിക് ആസിഡ്സ്. മിനറൽ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് HCl, അതുപോലെ തന്നെ HNO3, H2SO4 പോലെയുള്ള ആസിഡ്സിനെയാണ് നമ്മൾ മിനറൽ ആസിഡ്സ് എന്ന് പറയുന്നത്. സോ മിനറൽ ആസിഡ്സ് ആർ സ്ട്രോങ്ങർ ദാൻ കാർബോസിലിക് ആസിഡ് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആസിഡ് ആൻഡ് ബേസിൽ ഓൾറെഡി പറയുന്നുണ്ട്. H+ പെട്ടെന്ന് റിലീസ് ചെയ്യുന്നവർ സ്ട്രോങ് ആസിഡ്സും H+ അത്ര പെട്ടെന്ന് റിലീസ് ചെയ്യാത്തവർ വീക്ക് ആസിഡ്സ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്? 1 and 4. അതായത് മിനറൽ ആസിഡ്സ് കംപ്ലീറ്റ്ലി അയോണൈസ് ചെയ്യുന്നു, അത് പെട്ടെന്ന് H+ റിലീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്തെന്ന് പറയുന്നത്? സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് പ്രിവെൻറ്റ്സ് ദ മെറ്റൽസ് സച്ച് ആസ് മാഗ്നീഷ്യം, അലുമിനിയം, സിങ്ക് ആൻഡ് ലെഡ് ഫ്രം ഓക്സിഡേഷൻ അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ. അപ്പം നമ്മുടെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിലെ ചാപ്റ്ററാണ്. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് വാട്ട് പ്രിവെൻറ്റ്സ് ദ മെറ്റൽസ് മാഗ്നീഷ്യം, അലുമിനിയം, സിങ്ക് ആൻഡ് ലെഡ് ഫ്രം ഓക്സിഡേഷൻ അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ്? റിയാക്റ്റീവ് മെറ്റൽസ് ആയതുകൊണ്ട് ഇവർ നമ്മൾ ഓക്സിജനിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വെറുതെ അത് തുറന്നിരുന്ന് കഴിഞ്ഞാൽ തന്നെ അത് എ തിൻ ലെയർ ഓഫ് ഓക്സൈഡ് ഫോം ചെയ്യും. ആ തിൻ ലെയർ ഓഫ് ഓക്സൈഡ് അവർക്കൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, വിച്ച് പ്രിവെൻറ്റ് ദം ഫ്രം ഫർദർ കൊറോഷൻ ആണ്. ദാറ്റ് ഇസ് ദ റീസൺ. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ വൈ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, സോഡിയം ഹൈഡ്രോക്സൈഡ് പറഞ്ഞാൽ NaOH, ഇസ് നോട്ട് കെപ്റ്റ് ഇൻ അലുമിനിയം കണ്ടെയ്നേഴ്സ്. വൈ എന്നാണ് ചോദിക്കുന്നത്.
ഇതും മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിലെ റിയാക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മിസ് പറയുകയാണെങ്കിൽ സോഡിയം ഇസ് ഹൈലി റിയാക്റ്റീവ്, ദെൻ പൊട്ടാസ്യം, പിന്നെ കാൽസ്യം, ദെൻ മഗ്നീഷ്യം, ദെൻ അലുമിനിയം ആണ്. അപ്പോൾ സോഡിയം ഇസ് ഹൈലി റിയാക്റ്റീവ് ദാൻ അലുമിനിയം ആയതുകൊണ്ട് സോഡിയം ക്യാൻ റീപ്ലേസ് അലുമിനിയം, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അലുമിനിയം ആ കണ്ടെയ്നറിന് എന്ത് സംഭവിക്കാം, ഹോൾസ് ഉണ്ടാവാം. അതാണ് നമ്മളോട് സോഡിയം ഹൈഡ്രോക്സൈഡിനെ അലുമിനിയം കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യരുത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് 27 ആണ്. നമ്മുടെ 4th ചാപ്റ്റർ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ടിലെ ക്വസ്റ്റ്യൻ ആണ്. അമൻ ക്രിയേറ്റ്സ് എ കോമ്പാക്ട് ഡിവൈസ് ദറ്റ് യൂസസ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് C3H8O react with sodium metal to produce hydrogen gas. This hydrogen powers a fuel cell, provides a clean and immediate energy source. Deduce the possible structure of this compound. ഈ കോമ്പൗണ്ടിൻ്റെ പോസിബിൾ സ്ട്രക്ചർ വരയ്ക്കണം ആൻഡ് റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ഓക്കെ, നമ്മൾ വരുന്ന 2 ഫങ്ഷണൽ ഗ്രൂപ്പുകളെ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നുള്ളൂ. അതായത് ഒന്നെങ്കിൽ അതൊരു ആൽക്കഹോൾ ആവാം, OH ആവാം, അല്ലെങ്കിൽ അതൊരു ആൽഡിഹൈഡ് ആവാം. ഓക്കെ, ദെൻ ഇവിടെ 2 O വന്നാൽ മാത്രമേ അത് കാർബോസിലിക് ആസിഡ് ആവാനുള്ള ചാൻസസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഫോർമുലയിൽ അതില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ 2 ഓപ്ഷൻസ്, ഇറ്റ് മേ ബി ആൻ ആൽഡിഹൈഡ് ഓർ ആൽക്കഹോൾ. ദെൻ C3H8O ഈ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അതെന്തിനു മാത്രമേ പറ്റുള്ളൂ, ആൽക്കഹോളിന് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നമുക്ക് എടുക്കുന്ന കോമ്പൗണ്ട് പ്രൊപ്പനോൾ ആണ്, 3 കാർബണുള്ള ആൽക്കഹോൾ. ഇറ്റ്സ് റിയാക്ട് വിത്ത് സോഡിയം എന്നല്ലേ പറയുന്നത്. സോ സോഡിയത്തിന് കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം നമ്മൾ റിയാക്ടിവിറ്റി സീരീസിൽ നോക്കിയാൽ മുകളിൽ കിടക്കുന്ന എലമെൻ്റ് ആണ്. സോഡിയം ഇസ് ഹൈലി റിയാക്റ്റീവ് ദാൻ ഹൈഡ്രജൻ ആയതുകൊണ്ട് ആൽക്കഹോളിൽ നിന്ന് ഹൈഡ്രജനെ സോഡിയം റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഈ റീപ്ലേസ് ചെയ്യുന്ന ഹൈഡ്രജനാണ് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. ആൻഡ് നമുക്ക് കിട്ടുന്നത് സോഡിയം ഇത്തോക്സൈഡ്, ഇറ്റ്സ് എ സോൾട്ട്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ. ആൻഡ് പോസിബിൾ സ്ട്രക്ചറിൻ്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് വരച്ചിരിക്കുന്നത്, CH3 CH2 CH2OH. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 29 ആണ്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് കെമിക്കൽ ചേഞ്ചസ് ആൻഡ് ഗീവിങ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസോസിയേഷൻ, ഐസോമറൈസേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആ പേര് പോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ക്യാൻ ഡിസ്പ്ലേസ് ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ് സൊല്യൂഷൻ. ഓക്കെ, ബേസ്ഡ് ഓൺ ദിയർ റിയാക്ടിവിറ്റി. സോ ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് സിങ്കിനെ ഡിപ്പ് ചെയ്ത് വയ്ക്കാം. സിങ്ക് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ ആയതുകൊണ്ട് സിങ്ക് കോപ്പറിനെ ആ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് സിങ്ക് സൾഫേറ്റ് ആൻഡ് കോപ്പർ ആസ് ദി പ്രൊഡക്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഡിസോസിയേഷൻ റിയാക്ഷൻ. ഡിസോസിയേഷൻ മീൻസ് ഇറ്റ്സ് എ ബ്രേക്ക് ഡൗൺ. ഓക്കെ, എ സിംഗിൾ സബ്സ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു, മോർ ദാൻ 1 പ്രൊഡക്റ്റ് ആവുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ അസറ്റിക് ആസിഡിൻ്റെ വാട്ടറിലുള്ള ഡിസോസിയേഷനാണ് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. അതായത് ആസിറ്റിക് ആസിഡിനെ വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആസിഡിൽ H റിലീസ് ആവുമല്ലോ, H വിൽ റിലീസ് ആസ് H+, അത് വാട്ടറിന് കൂടെ ചേർന്ന് H3O- ആയിട്ടും ആസിഡ് അയോണിക് ഫോമിലും എക്സിസ്റ്റ് ചെയ്യും. ഇതൊരു ഡിസോസിയേഷൻ റിയാക്ഷൻ എക്സാമ്പിളാണ്. ദെൻ ഐസോമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, കോമ്പൗണ്ട് ചേഞ്ചസ് ടു അനദർ കോമ്പൗണ്ട് വഴി സിമ്പിൾ റീഅറേഞ്ച്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ അമോണിയം സൈനൈഡ്സ് NH4CNO എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, ഇതേ ആറ്റംസ് ആണ്, ആറ്റത്തിൻ്റെ എണ്ണത്തിലോ മാറ്റം വരുന്നില്ല. അതിന് നമ്മൾ പുറമേ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ, ഹീറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഒരു റീഅറേഞ്ച്മെൻറ്റ് വഴി മറ്റൊരു കോമ്പൗണ്ട്, അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ അതൊരു യൂറിയ എന്ന് പറയുന്ന അമോണിയം സൈനൈഡിൽ നിന്ന് യൂറിയ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്കസ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽസ് ആണ്. ഓക്കെ, സോ അതായത് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ നേർ ഓപ്പോസിറ്റാണ് എന്ത്, നോൺ മെറ്റൽസ്. മെറ്റൽസ് ഹാർഡായിരുന്നു, അപ്പോൾ നോൺ മെറ്റൽസ് എങ്ങനെയായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ബ്രിട്ടിൽ ആയിരിക്കും. ബ്രിട്ടിൽ മീൻസ് നമുക്കതിന് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ബ്രേക്ക് ചെയ്യാൻ പറ്റും, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മുടെ മെറ്റൽസ് ഡക്റ്റൈൽ ആയിരുന്നു, സൊണോറസ് ആയിരുന്നു, മാലിയബിൾ ആയിരുന്നു, ലസ്ട്രഡ് ആയിരുന്നു. നോൺ മെറ്റൽസ് എല്ലാം ഇതിൻ്റെ ഓപ്പോസിറ്റ്, നോൺ ലസ്ട്രസ് ആണ്, നോൺ ഡക്റ്റൈൽ ആണ്, നോൺ സൊണോറസ് ആണ്. ഓക്കെ, ദെൻ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആയിരുന്നു, അപ്പോൾ നോൺ മെറ്റൽസ് ആർ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. മെറ്റൽസിന് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആണ് ഡ്യൂ ടു ദ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. പക്ഷേ ഇവിടെ നോൺ മെറ്റൽസിന് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആണ്, ബിക്കോസ് അവരുടെ ഇടയിലുള്ള ബോണ്ടിങ് ഇസ് നോട്ട് ദാറ്റ് മച്ച് സ്ട്രോങ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യനും കൂടെ എഴുതാം. ഓക്കെ, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ട് ചോദിച്ചാലും ഓരോരുത്തരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് ചോദിച്ചാലും എഴുതാനായിട്ട് പറ്റും. ദെൻ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ് അത് നോക്കി വെച്ചോളൂ, കാരണം MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലും വരാൻ സാധ്യതയുണ്ട്. അതായത് എല്ലാ മെറ്റൽസും സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത് എക്സെപ്റ്റ് 1 മെറ്റൽ വിച്ച് ഇസ് മെർക്കുറി.
മെർക്കുറിയാണ് റൂം ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു മെറ്റൽ. അതേപോലെ തന്നെ നോൺ മെറ്റൽസിൻ്റെ കേസിലെടുക്കുമ്പോൾ എല്ലാ നോൺ മെറ്റലും ഗ്യാഷ്യസ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലാണ്. ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന ഒരേ ഒരു നോൺ മെറ്റലാണ് ബ്രോമിൻ, നോൺ മെറ്റൽ കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമ്മൾ പറയും നോൺ മെറ്റൽസിന് തിളക്കമില്ല, ദേ ആർ നോൺ ലെസ്ട്രസ് ആണ്. ബട്ട് അയോഡിൻ ഇസ് നോൺ മെറ്റൽ ആണ്, ബട്ട് ഇറ്റ് ഇസ് ലെസ്ട്രസ് ആണ് കേട്ടോ. ദെൻ നമ്മൾ പറയാറുണ്ട് നോൺ മെറ്റൽസ് സോഫ്റ്റ് ആണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അവർ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്നും പറയാറുണ്ട്. അതിനൊരു എക്സെപ്ഷനാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ഒരു നോൺ മെറ്റലാണ്. അതിൻ്റെ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റീരിയലാണ് ഡയമണ്ട്. അതുപോലെ കാർബണിൻ്റെ തന്നെ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്, വിച്ച് ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ദെൻ മെറ്റൽസ് നമ്മൾ പറയുന്ന ഇറ്റ് ഇസ് ഹാർഡ് ഇനഫ് ആണ്, നമുക്കതിനെ പൊട്ടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ബട്ട് സം മെറ്റൽസ് ലൈക്ക് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റൽസ്, ആൽക്കലി മെറ്റൽസ് സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്കതിനൊരു കത്തി വെച്ച് നൈഫ് വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി കട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതിനെ നമ്മൾ സോഫ്റ്റ് മെറ്റൽസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. സോ ഇതൊക്കെ എന്തിന് എക്സെപ്ഷൻസ് ആണ്, മെറ്റൽസിന് നോൺ മെറ്റൽസിനൊക്കെ എക്സെപ്ഷൻസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 38 ആണ്. അതായത് ആസിഡ്, ബേസസ് ആൻഡ് സാൾട്ട്സ് ആർ 3 മെയിൻ കാറ്റഗറീസ് ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ്. ദീസ് ഹാവ് സർട്ടൺ ഡെഫിനിറ്റ് പ്രോപ്പർട്ടീസ് വിച്ച് ഡിസ്റ്റിങ്വിഷ് ദം. അപ്പോൾ അവരെങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഫ്രം ദ ബേസ് ആയിട്ട് പറയുകയാണെങ്കിൽ ആസിഡ്സ് ആർ ബിറ്റർ ഇൻ ടേസ്റ്റ് ആണ്. ആസിഡ്സ് ആർ സോർ ഇൻ ടേസ്റ്റും ബേസസ് ആർ ബിറ്റർ ഇൻ ടേസ്റ്റും ആണ്. ദെൻ ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ ചേഞ്ച് പറയുകയാണെങ്കിൽ ആസിഡ്സ് ബ്ലൂവിനെ റെഡ് ആക്കും, ബേസസ് റെഡിനെ ബ്ലൂ ആക്കും. ദെൻ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലിറ്റ്മസ് പേപ്പറും ടേമറിക്കും നമ്മൾ നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സാണ്. ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന 2 ഇൻഡിക്കേറ്റേഴ്സാണ് മിഥൈൽ ഓറഞ്ചും ഫിനോഫ്തലിനും. മിഥൈൽ ഓറഞ്ച് ആണെങ്കിൽ ആസിഡിൽ പിങ്കിഷ് റെഡ് അല്ലെങ്കിൽ റെഡിഷ് ഓറഞ്ച് എന്നൊക്കെ കാണാറുണ്ട്. ആൽക്കലിയിൽ യെല്ലോ കളറാണ്. ഫിനോഫ്തലിൻ ആണെങ്കിൽ ആസിഡിൽ കളർലെസ്സും ബേസിൽ പിങ്ക് കളറുമാണ്. സോ നമുക്ക് അങ്ങനെ അവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് ഗീവ് എക്സാമ്പിൾ ഫോർ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻഡിക്കേറ്റർ. നാച്ചുറൽ ഇൻഡിക്കേറ്ററിന് എക്സാമ്പിളാണ് ടേമറിക്കും ലിറ്റ്മസ് പേപ്പറും. ലിറ്റ്മസ് പേപ്പർ ലൈക്കൻ എന്ന് പറയുന്നൊരു പ്ലാന്റിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിളാണ് ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും. ഓക്കെ, ദെൻ അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, an aqueous solution turns red litmus to blue. Excess addition of which solution will reverse the change of ammonium hydroxide solution or hydrochloric acid എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കാം, ആദ്യം റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കണം, നമുക്കിനി അതിനെന്താക്കണം, ബ്ലൂവിനെ റെഡ് ആക്കണം, അതായത് ആസിഡിക് പ്രോപ്പർട്ടി കാണിക്കണം. സോ അപ്പോൾ നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ ആഡ് ചെയ്യാം? ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ബിക്കോസ് അമോണിയം ഹൈഡ്രോക്സൈഡ് ബേസ് ആണ്, ദാറ്റ്സ് വൈ. ദെൻ what will be the change in color when a few drops of phenolphthalein is added to a solution of pH 8.5? pH സ്കെയിലിൻ്റെ വാല്യൂ വരുന്നത് 0 to 14 ആണ്. അതിൽ ന്യൂട്രൽ വാല്യൂ 7 ആണ്. ബിലോ 7 ആസിഡും എബവ് 7 എന്താണ്, ബേസും ആണ്. അപ്പോൾ ഫിനോഫ്തലിൻ ബേസിൽ പിങ്ക് കളറാണ് തരുന്നത് അല്ലേ. അപ്പോൾ 8.5 എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ സ്കെയിലിൽ വരുന്ന വാല്യൂ ആണ്. സോ ഫിനോഫ്തലിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ പിങ്ക് കളർ. ഓക്കെ, ദെൻ അതിൽ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ? യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ PH പേപ്പറിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് സെവറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സാധാരണ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നമ്മുടെ ഗിവൺ സൊല്യൂഷൻ വെദർ ഇറ്റ് ഇസ് ആൻ ആസിഡ് ഓർ ബേസ് എന്ന് മാത്രമേ പറഞ്ഞു തരുള്ളൂ. PH പേപ്പർ അഥവാ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബിക്കോസ് അതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പേപ്പറിൽ നമ്മുടെ 4 ചാപ്റ്റേഴ്സിൽ, കെമിസ്ട്രിയുടെ 4 ചാപ്റ്റേഴ്സിൽ നിന്ന് വന്നിട്ടുള്ളത്.